സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന കർശനമാക്കി. നമ്മൾ നോക്കി മേടിക്കാൻ പഠിച്ചിനാട്ടാ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറയ്ക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ? ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ഇനി ഓരോ തരി പൊന്നും വാങ്ങാം ഹോൾസെയിൽ വിലയിൽ. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ വാഹനങ്ങളുടെ സുരക്ഷാ നടപടികൾ ശക്തമാക്കി പയ്യന്നൂർ സബ് RTO അധികൃതർ. സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി സബ് RTO ഓഫീസ് പരിധിയിൽ സർവീസ് നടത്തുന്ന സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തി. മഴക്കാലപൂർവ്വ പരിശോധന കൂടി ഇതിന്റെ ഭാഗമായി നടന്നു. വാഹനങ്ങളുടെ ബ്രേക്കിംഗ് സംവിധാനം, ടയറുകൾ, എമർജൻസി എക്സിറ്റ് ലൈറ്റുകൾ തുടങ്ങിയവ പരിശോധിച്ച് അവയുടെ പ്രവർത്തനം കുറ്റമറ്റതല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഫിറ്റ്നസ് പാസ്സായ വാഹനങ്ങളിൽ അധികൃതർ സ്റ്റിക്കർ പതിപ്പിച്ചു നൽകി. ഇത്തരം സ്റ്റിക്കറുകൾ പതിക്കാത്ത വാഹനങ്ങളെ സർവീസ് നടത്തുവാൻ അനുവദിക്കില്ല. ഡ്രൈവർമാർ അവർക്ക് അനുവദിച്ച യൂണിഫോം നിർബന്ധമായും ധരിച്ചിരിക്കണം. കൂടാതെ സ്കൂൾ അധികൃതർ നൽകുന്ന തിരിച്ചറിയൽ കാർഡും കരുതണമെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TV വേണുഗോപാലൻ പറഞ്ഞു. ഇപ്പോൾ മഴക്കാലപൂർവ്വ പരിശോധനയും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും. കാരണം മഴക്കാലത്ത് നമുക്കറിയാലോ, വണ്ടിയുടെ ബ്രേക്കിംഗ് സംവിധാനമൊക്കെ പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റിംഗ് ഒക്കെ നടത്തി കൊടുക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നതിന് പ്രധാനമായിട്ട്. പിന്നെ സ്കൂൾ കുട്ടികളെ ബസ്സുകളായതുകൊണ്ട് സ്കൂൾ കുട്ടികളുടെ കാര്യത്തിന് പ്രവർത്തിക്കുന്ന വിദ്യാവാഹന ആപ്പുകൾ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ട് തോന്നും. അതുപോലെ തന്നെ കുട്ടികളുടെ ഏത് റൂട്ടിലാണ് ഈ സർവീസ് നടത്തുന്നതെന്ന് രക്ഷിതാവിന് അറിയാനും വണ്ടികളുടെ ട്രാക്കിംഗ് സംവിധാനം പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. ഇത് കാലകാലങ്ങളായിട്ട് നടത്തുന്നതാണ്. എന്നിരുന്നാലും ഓരോ വർഷത്തും പയ്യന്നൂർ താലൂക്ക് മേഖലയിൽപ്പെടുന്ന എല്ലാ EIB-യിൽപ്പെട്ട വാഹനങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഡ്രൈവർമാർക്കുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് നമ്മളൊന്ന് അവബോധം നൽകുക എന്നുള്ള രീതിയിൽ ഒരു ചെറിയ ക്ലാസ്സുകൾ നൽകുകയുണ്ടായി. അതുകൂടാതെ വാഹനങ്ങളുടെ യന്ത്രക്ഷമതകളൊക്കെ പരിശോധിച്ചു. അത്തരം പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് ഡ്രൈവർമാർക്ക് സുരക്ഷാ അവബോധന ക്ലാസുകൾ നൽകി. വാഹനങ്ങളിൽ GPS, സുരക്ഷാമിത്ര എന്നീ സംവിധാനങ്ങൾ ടാഗ് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തണം. വാഹനങ്ങളുടെ വേഗപരിധി മണിക്കൂറിൽ 50 കിലോമീറ്ററായി നിജപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ വാഹനത്തിന്റെ ഡ്രൈവറായി നിയോഗിക്കപ്പെട്ടവർ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനോ മറ്റ് കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവരോ ആയിരിക്കരുത് എന്നുകൂടി ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ സ്കൂൾ അധികൃതർ തങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കണമെന്ന് സബ് RTO അധികൃതർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പണിക്കൂലി കുറവെന്ന് പറഞ്ഞ പിന്നെ വേറെ എന്നാ നോക്കണ്ട മേഡം. നമ്മളെ നാട്ടിലെ മക്കളെയല്ലോ നല്ല നിലയിൽ കെട്ടിച്ചയച്ച് ഒറ്റ ലക്ഷ്യം മാത്രമേ നമ്മളെ ജ്വല്ലറിക്കുള്ളൂ. അത് ശരിയാന്ന്. വായി തോന്നിയ പോലെ ഒരാള് പണിക്കൂലി പറയുന്നത്. അതെ 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 മോളാന്ന്. കല്യാണപ്പെണ്ണ്. മേഡത്തിന്റെ ഭർത്താവ് ഈ ലോകത്തില്ലെങ്കിലും നമ്മളെ ജ്വല്ലറി ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നിട്ട് മോളെ കല്യാണം ഗംഭീരമായിട്ട് അങ്ങ് നടത്തരും. അതിനെന്താ ഷോപ്പിങ്ങിന് പോയതാ? ഇതെന്റെ അച്ഛൻ്റെ അച്ഛനാ. ഓഹോ, അതിന് ചേച്ചി അച്ഛൻ ആരായാലും അച്ഛൻ തന്നെയല്ലേ, മാറ്റാൻ പറ്റില്ലല്ലോ. അല്ല ചേച്ചി, പച്ചക്കറി മേടിക്കുന്ന പരിപാടിയല്ല ഗോൾഡ് മേടിക്കുക പറഞ്ഞാല് കൃത്യമായിട്ട് നോക്കണം. 916 ഉണ്ടാ, ഹോൾമാർക്ക് ഉണ്ടാ, ഗുണമേന്മ ഉണ്ടോന്നും കൂടി കൃത്യമായിട്ട് നോക്കണം. നമ്മൾ നോക്കി മേടിക്കാൻ പഠിച്ചിനാട്ടാ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ കല്ലറയ്ക്കൽ റീഓപ്പൺ ചെയ്തതായിട്ട് അറിഞ്ഞില്ലേ? ഹോൾസെയിൽ പണിക്കൂലിയിൽ ആഭരണങ്ങൾ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അച്ഛൻ പച്ചക്കറി മേടിക്കാൻ മാത്രല്ല പോയെ, സ്വർണ്ണാഭരണങ്ങൾ ബുക്ക് ചെയ്യാൻ കൂടിയാ പോയെ. സന്തോഷം. കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. ഇനി ഓരോ തരി പൊന്നും വാങ്ങാം ഹോൾസെയിൽ വിലയിൽ.